ഹലോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഡോക്ടർ, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, വീഡിയോ Poi video no facciamo. നമ്മൾ ഓഡിയോ മതിയല്ലോ. അപ്പൊ സാർ അറിയാതായതാണ് സാറേ, തുടങ്ങിക്കാം ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നത്തെയും പോലെ നമ്മുടെ പുതുമക്കാർ ആരെങ്കിലും ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും വളരെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ഈ മദ്യാസക്തി എന്താണെന്ന് തുടക്കക്കാർക്ക് അറിയണം. അത് ഏറ്റവും ലളിതമായിട്ടത് ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് കൊടുക്കുന്നത് നമ്മുടെ ലിറ്ററേച്ചറുകൾ, മദ്യാസക്തിയും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചറുണ്ട്. ആ ലിറ്ററേച്ചറാണ് ഇതിനെപ്പറ്റി തീർത്തും അറിവില്ലാത്ത ഒരു മദ്യാസക്തന് ഏറ്റവും നല്ല ലളിതമായ മലയാളത്തിൽ അതിനെപ്പറ്റി ഏറ്റവും നല്ല ഇൻഫർമേഷൻ കിട്ടുന്ന അവിടെ നിന്നാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ഈ മദ്യാസക്ത രോഗത്തെ പറ്റി അറിയാനും മനസ്സിലാക്കാനും ഇവിടെ ഇതിനൊരു ചികിത്സ ഉണ്ടോ, ചികിത്സ എങ്ങനെയാണ്, ഈ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരാളിൽ വളരെയധികം മാറ്റം ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് അത് കേൾക്കാനോ അത് മനസ്സിലാക്കാനുള്ള മനസ്സിൻ്റെ ഒരു മാറ്റം. അങ്ങനെ ഒരു മാറ്റമുള്ളവരെ ഈ പ്രോഗ്രാമിൽ എത്തുള്ളൂ. അങ്ങനെ മാറ്റം ആഗ്രഹിക്കാത്തവരാരും ഈ പ്രോഗ്രാമിൽ എത്തില്ല. ഈ മദ്യാസക്ത രോഗത്തെ പറ്റി, മറ്റ് അഡിക്ഷൻ, ലഹരിജന്യ രോഗങ്ങൾ, ഇതൊക്കെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഈ രോഗങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്നൊരു പേരാണ് നിഷേധ രോഗം എന്ന് പറയുന്നത്. നിഷേധം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രോഗത്തിൽ ഉൾപ്പെടുന്ന ഒരാളാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഈ മദ്യം കൊണ്ടും മറ്റു ലഹരി കൊണ്ടും ഒത്തിരി കഷ്ടപ്പാടുള്ള ഒരാൾ പോലും അങ്ങനെ താൻ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു രോഗിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖത്തിൽ പെടുന്ന ആളുകൾക്ക് ദ്വിതീയ വ്യക്തിത്വ പേഴ്സണാലിറ്റി ഉണ്ട്. അത് അറിയാവുന്ന കാര്യമാണ്. അത് വ്യക്തമാണ്. കാരണം വെച്ചാൽ ഈ മദ്യമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു അറിവുണ്ട് നമുക്ക്, കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അറിവുണ്ട്, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു അറിവുണ്ട്. അപ്പോൾ അറിവ് ഇങ്ങനെ പലതരത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മദ്യം കഴിക്കുന്നതിന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു അറിവ് എന്താണ്, എന്ത് ധാരണയാണുള്ളത്? ഒന്ന്, അയാൾക്ക് അതിനെപ്പറ്റി വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും. കാരണം ഭൂരിഭാഗം ആൾക്കാരും വെറുക്കുന്ന ഒരു കലാപരിപാടിയാണത്. ഒരാളും അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടാൻ അയാൾ തീർത്തും ആഗ്രഹിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചോദ്യങ്ങൾ അയാൾ ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. അയാൾ മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ ഡ്രിങ്കറാണ്, ഞാൻ ഒരു മദ്യപാനിയല്ല, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഏത് കാര്യം എടുത്താലും പറയുന്നത് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അതാണ് നിഷേധം എന്ന് പറയുന്നത്. അത് വ്യക്തമാണല്ലോ. അങ്ങനെ മോശപ്പെട്ട ഒരു രോഗത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. മനസ്സുകൊണ്ട് അവർ അതിനെതിരാണ്. അതാണ് നിഷേധ രോഗത്തിൻ്റെ, എല്ലാ നിഷേധ രോഗത്തിൻ്റെ ലക്ഷണം. പണ്ടൊക്കെ ഒരു ഉദാഹരണം പറയാം. പണ്ടത്തെ വലിയ രോഗങ്ങളായിരുന്നു മറ്റേ സിഫിലിസ് എന്ന് പറഞ്ഞ ഗുഹ്യരോഗം. സിഫിലിസ്, എത്രയോ ആളുകൾ ആ രോഗം വന്ന് മരിച്ചുപോയി. പക്ഷെ സിഫിലിസ് വന്ന് തലച്ചോറിനൊക്കെ കേടുപറ്റി
ഹൃദയത്തിനൊക്കെ കേടുപറ്റിയ ആൾ പോലും താൻ അങ്ങനെ ഒരു രോഗം അനുഭവിക്കുന്നുണ്ടെന്ന് ആരും പറയാറില്ല. അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു രോഗമാണ്. യാദൃശ്യമായിട്ടുള്ളൊരു ടെസ്റ്റിൽ കൂടിയൊക്കെയാണ് ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ HIV എയ്ഡ്സ് വന്നു കഴിഞ്ഞിട്ട് അത് ആ രോഗം എത്രയോ അങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരുന്നു. ആരും അത് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു രോഗമാണ്, നിഷേധ രോഗമാണ്. പണ്ട് ക്ഷയരോഗം ഉണ്ടായിരുന്നു. ആ ക്ഷയരോഗം എത്രയോ ആളുകളുടെ ജീവനെടുത്ത ഒരു ഭയങ്കര ഭീകര രോഗമായിരുന്നു. ഇന്നിപ്പോൾ ലോകത്തിലൊക്കെ അത് വളരെയധികം കുറഞ്ഞു. ഇന്നിപ്പോൾ ഈ രോഗം അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ തയ്യാറാണ് ആൾക്കാർ. കാരണം ആ രോഗം പൂർണ്ണമായിട്ടും 6 മാസം മരുന്ന് കഴിച്ചാലും മാറും. കുഷ്ഠരോഗമൊക്കെ പണ്ടൊക്കെ ആളുകൾ ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് കപ്പലിൽ കയറ്റി, പായ വഞ്ചിയിൽ ഒക്കെ കയറ്റി അയക്കാൻ, അവിടെ പോകുന്ന വഴിക്ക് തന്നെ കുറേ ആൾക്കാർ മരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ദ്വീപിൽ ചെന്ന് ഭക്ഷണമില്ലാതെ, വെള്ളം കുടിക്കാൻ പറ്റാതെ, മറ്റ് അസുഖങ്ങളൊക്കെ ആയിട്ട് മരിക്കും. അങ്ങനെ എത്രയോ ആൾക്കാർ മരിച്ച ഒരു രോഗമാണ് കുഷ്ഠരോഗം. ഇന്നിപ്പോൾ കുഷ്ഠരോഗത്തിന് നല്ല ചികിത്സയുണ്ട്. താനൊരു കുഷ്ഠരോഗിയാണെന്ന് അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ അത് നിഷേധത്തിൻ്റെ രോഗമായിട്ട് തന്നെ അറിയപ്പെടും. രോഗം ഉണ്ടെങ്കിൽ പോലും അവർ അത് ട്രീറ്റ് ചെയ്യാൻ മുന്നോട്ട് വരില്ല, മരുന്ന് കഴിക്കാൻ കൂട്ടാക്കില്ല, ചികിത്സിക്കാൻ കൂട്ടാക്കില്ല. ഇതൊക്കെ നിഷേധ രോഗങ്ങളാണ്. അതുപോലെ തന്നെ അതിലിപ്പോഴത്തെ കാലത്ത് ഏറ്റവും 1-ാം നമ്പർ നിഷേധ രോഗമാണ് ഈ മദ്യാസക്ത രോഗവും. അയാൾ മദ്യത്തിൽ കുളിച്ച്, അയാൾ മദ്യം കഴിച്ച് അയാൾക്ക് ലിവർ സിറോസും മാരകമായിട്ട് രോഗാവസ്ഥയിലെത്തിയാൽ പോലും അയാൾ സമ്മതിക്കില്ല താനൊരു മദ്യപാന രോഗിയാണ്. വല്ലപ്പോഴും ഒരു സോഷ്യൽ ഡ്രിങ്കർ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്ക് തന്നെ എടുത്ത് കളയേണ്ട ഒരു വാക്കാണ്, സോഷ്യൽ ഡ്രിങ്കർ. അപ്പോൾ ഈ മദ്യാസക്ത രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ എന്നൊക്കെ പറയും. ഇംഗ്ലീഷ് ഭാഷയിൽ മൾട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 10-14 സിസ്റ്റമുണ്ട്. ഉദാഹരണം, കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൃദയവും രക്തക്കുഴലുകളും ഒരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനത്തിനൊരു ഉദ്ദേശമുണ്ട്. രക്തം, അതിൽ കൂടിയുള്ള പോഷകാംശങ്ങൾ, ഓക്സിജൻ, അതെല്ലാം, ലവണങ്ങൾ, വെള്ളം, ഇതൊക്കെ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. അത് രക്തക്കുഴലിൽ കൂടിയാണ് എത്തിക്കുന്നത്. അതാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. പിന്നെ ജോയിൻസ് ആൻഡ് മസിൽസ്, സന്ധികളും മാംസപേശികളും. അത് എന്താണ് ഉദ്ദേശം? ചലനമാണ് ഉദ്ദേശം. അതുപോലെ ഈ മാംസപേശികൾക്ക് ചലനം അല്ലാതെ വേറെ ചില ഫങ്ഷൻസൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കുന്നത് മസിൽസിൻ്റെ നല്ല പ്രവർത്തനം കൊണ്ടാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ശരിക്കും മാംസപേശികളുടെ പ്രവർത്തനം കൊണ്ടാണ് അത് ശരിയാവുന്നത്. അതിൽ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് എനർജി ഉണ്ടാക്കാനായിട്ട്, ശരീരം ചലിക്കാനായിട്ട്. അതൊക്കെ ഇതാണ് ജോയിൻസ്. എല്ലാവർക്കും അറിയാം, കേൾക്കുമ്പോൾ തന്നെ ചലനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് നമ്മളേറ്റവും സെൻട്രൽ പോയിൻ്റാണ്. കേന്ദ്ര നാഡീവ്യൂഹം എന്നാണ് അതിന് പറയുന്നത്. കേന്ദ്ര നാഡീവ്യൂഹം, ബ്രെയിൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം. നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതാണ് അത്. ശരീരത്തിൽ സ്കിന്ന്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളുമായിട്ട്, അതുപോലെ ലൈംഗിക അവയവങ്ങൾ, മൂത്രത്തിനെ നിയന്ത്രിക്കുന്ന അവയവങ്ങൾ, നമ്മുടെ കണ്ണുകൾ, മൂക്ക്, നാക്ക്, എല്ലാ അവയവങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. ഞരമ്പുകൾ വഴിയായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് മറ്റ് അവയവങ്ങളെ തലച്ചോറ് നിയന്ത്രിക്കുന്നു, സന്ദേശങ്ങൾ എത്തിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ലോകമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിലുള്ള മറ്റാളുകളായിട്ട് നമ്മുടെ കണക്ഷൻ.
നമ്മൾ സന്ദേശങ്ങൾ ഭാഷയിൽ കൂടി ഭാഷ എക്സ്പ്രസ് ചെയ്തിട്ട് ലാംഗ്വേജിൽ കൂടി നമ്മൾ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അതല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് കാഴ്ചയിലൂടെ, അതുപോലെ അനുഭവത്തിലൂടെ പല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, പല വൃക്ഷങ്ങൾ, പ്രകൃതിയൊക്കെ കാണുമ്പോൾ, മറ്റു വസ്തുക്കളൊക്കെ കാണുമ്പോൾ പലതരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ പോകും. അപ്പോൾ വേൾഡ് എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഈ സെൻസേഷൻ വഴിയാണ്. ഇന്ദ്രിയപരമായ ധാരണ അത് നമുക്ക് മൂക്ക്, നാക്ക്, സ്കിന്ന്, അതുപോലെ ഇയർ, പിന്നെ ടങ്, അത് സ്കിന്ന്, ഇതിൽ പെയിനും ടെമ്പറേച്ചർ, കോൾഡ്, വാംത്ത്, ഇതൊക്കെ, അതുപോലെ പെയിൻ, ഇതൊക്കെ സ്കിന്നിൽ കൂടി ആകുമ്പോൾ സ്പെഷ്യൽ സെൻസസ് ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലാണ് ആ അവയവങ്ങൾ. ഇപ്പോൾ കണ്ണിന് കാഴ്ച, ഇരുട്ടത്തും വെളിച്ചത്തിലുമുള്ള കാഴ്ചയ്ക്ക് പ്രത്യേകത ഉണ്ട്. അതുപോലെ ചെവി, കോക്ലിയ എന്ന് പറഞ്ഞാൽ അതാണ് റിസപ്റ്റർ. നോസിൽ കെമിക്കൽ റിസപ്റ്റേഴ്സാണ്, കെമിക്കലാണ്. അതിനെ സ്വീകരിക്കാനും മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ ഞരമ്പുകളുണ്ട്. ആ ഞരമ്പ് നേരിട്ട് തലച്ചോറുമായിട്ട് ബന്ധമുണ്ട്. അത് മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ ദ്വാരങ്ങളുണ്ട്. അങ്ങ് പുറകിൽ ആ ദ്വാരത്തിൽ കൂടി ഈ ഞരമ്പുകൾ, ഈ ഓൾഫാക്ടറി നെർവ് എന്ന് പറയും, ആ ഞരമ്പ് നേരിട്ട് തലച്ചോറുമായിട്ട് കണക്ഷനാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ തലച്ചോറിൽ അമീബിക് എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം, ഈ അമീബയുള്ള വെള്ളം മൂക്കിൽ കൂടി കയറി തലച്ചോറിലെത്തി തലച്ചോറിൽ പഴുപ്പുണ്ടാക്കുന്നു. അതുപോലെ ടങ്ങിൽ ടേസ്റ്റ് റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിൽ കൂടി നാവിൻ്റെ സൈഡിൽ, അതിൻ്റെ അറ്റത്ത്, നടുക്ക്, പുറകു ഭാഗത്ത് ഒക്കെ പല റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് ഉപ്പ്, രസം, മധുരം, ചവർപ്പ്, അങ്ങനെ പല രസങ്ങളും അറിയാനുള്ള റിസപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ റിസപ്റ്റേഴ്സും സാധാരണ റിസപ്റ്റേഴ്സ്, ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിസപ്റ്റേഴ്സൊക്കെ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുകയാണ്, തലച്ചോറിൽ ധാരണ ഉണ്ടാക്കുകയാണ്. ഈ ലോകം എന്താണെന്നും എങ്ങനെയാണെന്നും അവിടെയുള്ള സമയം, സ്ഥലകാല ബോധം, അതൊക്കെ ധാരണ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ റിസപ്റ്റേഴ്സ് വഴിക്ക് തലച്ചോറിലേക്ക് സന്ദേശം എത്തിയിട്ടാണ്. തലച്ചോറ് എത്ര ഭയങ്കര ഒരു സംഗതിയാണെന്ന് നോക്കുക. ഈ ഒരു പരിപാടി, ഈ സന്ദേശം ഇങ്ങനെ കൊടുക്കലും അതനുസരിച്ച് നമ്മൾ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് എത്ര ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണെന്ന് നോക്കുക. അപ്പം അങ്ങനെയുള്ള ഈ തലച്ചോറിനെ ഉപദ്രവിക്കുന്ന ഒരു രോഗമാണ് മദ്യാസക്ത രോഗവും മറ്റു ലഹരി രോഗവും. ഞാനിതിപ്പോൾ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ ഈ സന്ദേശമൊന്നും ഒരു സാധാരണ മനുഷ്യന് തലച്ചോറിലെത്തി അവിടെ സ്വീകരിച്ച് മെമ്മറി ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് അവിടെ കിടക്കുന്നതും, ഒരു മദ്യാസക്തനോ അല്ലെങ്കിൽ മറ്റു ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് ഈ സന്ദേശങ്ങൾ അവിടെ എത്തി റെക്കോർഡ് ചെയ്ത് മെമ്മറിയിൽ സൂക്ഷിക്കുന്നതും വ്യത്യാസമുണ്ട്. ഒരു മദ്യാസക്തന് ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി, ശക്തി പോരെന്ന് തോന്നും. കുറേ നാൾ മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക ചെയ്യുകയാണെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ഏറ്റവും നമ്പർ 1 സാധ്യത അതാണ്. എന്താണ്, ഈ സെൻസേഷനൊക്കെ ഭയങ്കര ലൗഡർ ആയിരിക്കണം, ഇൻറ്റൻസിറ്റി കൂടിയാൽ ഇതൊക്കെ കേൾക്കുള്ളൂ. കാരണം എല്ലാ സെൻസേഷനും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്റ്റീരിയോ ഒക്കെ ഭയങ്കര ശബ്ദത്തിൽ, ഒരു സാധാരണ മനുഷ്യനായാലും ഞെട്ടിപ്പോവും ആ സ്റ്റീരിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ മദ്യാസക്തനത് ആ ശബ്ദം ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ വെച്ചാലേ അത് കേൾക്കുള്ളൂ. കാരണം തലച്ചോറിലെ ഈ ഞരമ്പുകളെല്ലാം അത് ബാധിക്കും. ആ റിസപ്റ്റേഴ്സിൽ കൂടി അത് അവിടെ എത്തുന്നതിൻ്റെ ശക്തിയൊക്കെ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിലേ കുറച്ച് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഈ സെൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൻസേഷനാണ് നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ഇമോഷൻസ്. സെൻസേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തലച്ചോറിൽ ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്, അതിന് സെൻസറി കോർട്ടക്സ് എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ സെൻസറി കോർട്ടക്സ്, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് തന്നെ
മുൻഭാഗത്ത്, ഏറ്റവും മുൻഭാഗത്ത് മോട്ടോറാണ്, സെൻസറി പുറകിലാണ്. അത് അതിന് പ്രത്യേക 1, 2, 3 കണക്കിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ സെൻസറി കോർട്ടക്സ്. അവിടെ ഈ സന്ദേശങ്ങളൊക്കെ ചെല്ലും, അത് സ്വീകരിക്കും. അതിനെ ഞാൻ പറഞ്ഞില്ലേ, ഇൻറ്റൻസിറ്റി, അതിൻ്റെ ലൗഡ്നെസ് അത് കുറഞ്ഞു വരും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സെൻസേഷൻ അവിടെ എത്താത്തത് കൊണ്ട് എത്രയോ ആക്സിഡൻറ്റുകളിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. പൈലറ്റുമാർ, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ്, വണ്ടി ഓടിക്കുന്ന ആരും, ബസ് ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ ഈ സെൻസറി റിസപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. അപ്പോൾ റിയാക്ഷൻ ടൈം കുറഞ്ഞു പോകും, റിയാക്ഷൻ സ്ലോ ആകും. ഇപ്പോൾ ഉദാഹരണം, ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു സിഗ്നൽ കാണുന്നു, അപ്പോൾ ശബ്ദം കേൾക്കുന്നു, ലൈറ്റ് കാണുന്നു. ഇതൊക്കെ റിയാക്ഷൻ മനസ്സിലാക്കി തലച്ചോറിലെത്തണം. ആ ടൈം വളരെ സ്ലഗിഷായി, വളരെ വൈകി പോയി കഴിഞ്ഞാൽ എത്ര സ്പ്ലിറ്റ് സെക്കൻഡിൽ ആക്സിഡൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രിങ്ക് ഡ്രൈവ് ഭയങ്കരമായിട്ടുള്ള കർശനമായിട്ടുള്ള നിയമലംഘനമാണെന്നും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ ജയിലിലാക്കണം എന്നൊക്കെയുള്ള ഭയങ്കര കർശന നിയമം വരാൻ കാരണം അത് ഇതുകൊണ്ടാണ്. റിയാക്ഷൻ ടൈം കൂടുതൽ എടുക്കും, സ്ലോ ആണ്, അത് ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോവും, ആക്സിഡൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബിൽ, ഹിപ്പോ ക്യാമ്പസ്, ഈ ഭാഗങ്ങളിലാണ് മെമ്മറി സൂക്ഷിക്കുന്നത്. മെമ്മറി പോകാനൊരു പ്രധാന കാരണമാണിത്. ഈ റിസപ്റ്റേഴ്സിന് ശക്തി കുറഞ്ഞു പോകുന്നതും ഈ പറഞ്ഞ കേന്ദ്രങ്ങൾ, തലച്ചോറിൻ്റെ കേന്ദ്രങ്ങളിൽ ഡാമേജ് ഉണ്ടാകുന്നതും കൊണ്ട് ഭയങ്കര പ്രധാനപ്പെട്ട സംഗതിയാണിത്. മറ്റൊന്ന് മോട്ടോർ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പിലും നമ്മൾ ചലനങ്ങൾ, നമ്മൾ ചെല്ലുന്ന ഈ സന്ദേശങ്ങൾ, നമുക്ക് ഒരു ചലനം ആവശ്യമുണ്ടെങ്കിൽ ആ ചലനം അവിടുന്ന് കണക്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ധാരണ, ഈ സന്ദേശം അവിടെ ചെന്നാൽ ധാരണ ഉണ്ടാവും, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് സ്ഥലം, കാലം, സമയം, അതുമായിട്ട് കണക്ഷൻ വരും. നമ്മുടെ ചിന്തകളിലേക്ക് കണക്ഷൻ വരും. നമ്മൾ ബിംബങ്ങൾ, ബിംബകൽപ്പനകൾ, ഇപ്പോൾ നമ്മൾ സിഗ്നലുകളില്ലേ, റെഡ് സിഗ്നല്, അതുപോലെ പച്ച സിഗ്നലുകൾ, അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക ശബ്ദങ്ങൾ, ഇതൊക്കെ, അതുപോലെ ആരെങ്കിലും സംസാരിക്കുന്നത്, ഇതൊക്കെ ബിംബങ്ങളാണ്. ബിംബങ്ങളെന്ന് പറഞ്ഞാൽ സിമ്പലുകളാണ്. ഈ നമ്മൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സിമ്പലുകളാണ്. ആ ശബ്ദത്തിൽ അക്ഷരങ്ങൾ, വാക്കുകൾ, വാചകങ്ങൾ നമ്മളതിൽ ട്രെയിൻ ചെയ്തു. ചെറുപ്പം മുതലേ അത് പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ചില ശബ്ദങ്ങളൊക്കെ അങ്ങനെ സ്വീകരിച്ച് അത് പരിചയമായി, ആവർത്തിച്ച് ആ ശബ്ദത്തിന് ഓരോന്നിനും അർത്ഥം കണ്ടുപിടിച്ചു. ആ അർത്ഥങ്ങൾ അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് വാക്കുകൾ ആ ശബ്ദത്തിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ട് നമ്മൾ ആ ആശയം കൈമാറുന്നുണ്ട്. അപ്പോൾ ആ ബിംബകൽപ്പന, അതുപോലെ നമ്മുടെ ജന്മവാസനകൾ, അത് തലച്ചോറിൽ നിന്നുള്ള ഈ സന്ദേശങ്ങൾ. നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു സിഗ്നൽ ഉണ്ടാവും. അതുപോലെ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മൂത്രം ഒഴിക്കാനുള്ള സിഗ്നൽ ഉണ്ടാവും. അതുപോലെ ലാട്രിനിൽ പോകണമെങ്കിൽ, മലവിസർജനം നടത്തണമെങ്കിൽ സിഗ്നൽ ഉണ്ടാവും. ദാഹത്തിന്, വിശപ്പിന്, ഇതെല്ലാത്തിനും സിഗ്നലുകളുണ്ട്. അത് ജന്മവാസനകളാണ്, ഇൻസ്റ്റിങ്ക്റ്റ്. ഞാനിത് പറയുന്നതെന്നറിയോ, ഈ ജന്മവാസനകൾ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മദ്യപാന രോഗത്തിൽ. എത്രയോ രോഗികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ഈ സിഗ്നലുകൾ കുഴപ്പമുണ്ടാക്കിയിട്ട് സിഗ്നൽ കൺട്രോൾ, നമ്മൾ ഇപ്പം മലമൂത്ര വിസർജ്യങ്ങളുടെ മുകളിൽ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ട്
എത്രയോ മണിക്കൂറുകൾ അതിനെ കൺട്രോൾ ചെയ്ത് അത് തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ മൂത്രസഞ്ചിയുടെ മുകളിലും മലദ്വാരത്തിൻ്റെ അവിടെയും ആ മാംസപേശികളെ അത് കൺട്രോളിൽ നിർത്തുകയാണ്. അവിടെ സ്പിങ്ക്റ്റർ എന്ന് പറഞ്ഞ ഒരു അടപ്പിട്ട പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ മുകളിൽ ഞരമ്പുകൾ ചെന്നിട്ട് കൺട്രോളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറക്കത്തിൽ മൂത്രം പോകുന്നില്ലല്ലോ. ഉറക്കത്തിൽ പോലും അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്തതാണ്. നേരെ മറിച്ച് മദ്യാസക്ത രോഗത്തിൽ ഞരമ്പിന് കേടുപറ്റിയാണ്ട് രാത്രിയിൽ എത്രയോ ആൾക്കാർ വിഡ്രോവൽ സിംറ്റം പിന്മാറ്റ ലക്ഷണത്തിൽ ഡി അഡിക്ഷൻ സെന്ററിൽ വന്ന് മലവും മൂത്രമൊക്കെ കെട്ടിലൊക്കെ പാസ് ചെയ്ത് വിസർജിച്ച് ഇങ്ങനെ കിടക്കുന്നു. അപ്പം ആ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്. ഇൻറ്റൻഷൻ എന്ന് പറയും. ലക്ഷ്യം, അത് സാധിക്കണം. അത് ചിന്തയിൽ കൂടിയും പ്രവൃത്തിയിൽ കൂടിയൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഇച്ഛാശക്തി ഉണ്ട്. ഇന്നത് ചെയ്യണം എന്ന് ഉറപ്പ് ഉണ്ട്, അത് തീരുമാനമുണ്ട്, അത് ചെയ്യും. അതാണ് വൊളീഷൻ അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്നൊക്കെ പറയും. പിന്നെ തീരുമാനം നടപ്പിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്, കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി വിധി മുമ്പേ തന്നെ തീരുമാനിക്കുന്നുണ്ട്, എന്താകും അതിൻ്റെ വിധി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തലച്ചോറിൽ നിന്ന് വരുന്നതാണ്. ഒരു മദ്യാസക്തന് ഇതൊക്കെ പല രീതിയിൽ പല അളവിലും നഷ്ടപ്പെടും. ഇതൊക്കെ നഷ്ടപ്പെടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് ഞാൻ പറയണത് വെറുതെ പറയുന്നതല്ല. ദർ ഈസ് എവിഡൻസ്, തെളിവുകളുണ്ട്. തെളിവുകളുടെ ഇതിലാണ്, എവിഡൻസ് ബേസ്ഡിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 11 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞേ. എന്താണ്? ഒന്ന്, ധാരണ, ശ്രദ്ധ, ഓർമ്മശക്തി, സ്ഥലകാലം, സമയബോധം, ചിന്തകൾ, ബിംബകൽപ്പനകൾ, ഭാഷ, ജന്മവാസന, ലക്ഷ്യബോധം, ഇച്ഛാശക്തി, ആസൂത്രണം, കണക്കൂട്ടൽ ഒക്കെ പൊളിയും. മദ്യാസക്ത രോഗത്തിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നതും ഡ്രൈവിങ്ങിൽ കൂടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നതും മറവി രോഗം വരുന്ന മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മാനസിക രോഗത്തിലേക്ക് പോകുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ. ഇത് ഒരു ചാനലാണ്. ഈ തലച്ചോറിൻ്റെ ഈ ചാനലിൽ കൂടിയാണ് അത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ഡിസീസ് എന്നുള്ളത് ഒരു തമാശയായിട്ട് കണക്കരുത്. അതുപോലെ നമ്മുടെ ഉറക്കം, നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിന് റെസ്റ്റ്, ഒരു 6-7 മണിക്കൂറോടത്തോളം റെസ്റ്റ് വേണം. അത് തലച്ചോറിന് ഏറ്റവും നല്ല സുബോധം ലഭിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ആരുടെ മൈക്ക് ഒന്ന് ഓൺ ആയതാണ്, ക്ഷമിക്കണം. ശരിയല്ലേ? ഇപ്പൊ ഓക്കെയാണ്. കേൾക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഉറക്കത്തിനെ പറ്റി തീരെ ചില ആൾക്കാർക്ക് ആലോചന ഇല്ലാതെ, കാരണം ചില മദ്യാസക്ത രോഗത്തിൽ ഏറ്റവും കൂടുതൽ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുന്നത് ഉറക്കമില്ലാതെയാണ്. കാരണം പല സമയത്തും തലച്ചോറ് ശരിക്കും റിലാക്സ് ചെയ്യാത്തതുകൊണ്ട് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്. പല പ്രാവശ്യം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നു, കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് മദ്യം നിർത്തുന്ന പീരീഡിൽ ഉറക്കം തീരെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മദ്യം അളവ് കുറഞ്ഞു പോയാലും ഉറക്കം ഉണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അപസ്മാരം വരാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഈ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കട്ടിലിൽ നിന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ കോർഡിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചലനത്തിന് ഒരു ഒരു സ്ഥിരത ഇല്ല. നമ്മൾ ചലനം, ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുന്നു. എല്ലാ ജോയിൻസും പരസ്പരം ഒരുമിച്ച് ശരിക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചാലേ നമുക്ക് ചലനം സാധ്യമുള്ളൂ. ഇപ്പോൾ ഒരു പകുതി ഉറക്കത്തിൽ ഒരാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ചിലപ്പോൾ ആടി പോയി കഴിഞ്ഞാൽ താഴെ തലയിടിച്ച് വീണ് അതുകൊണ്ട് തന്നെ വലിയ ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പോൾ ഉറക്കം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഞാൻ പറയണം. ഉറക്കം ഒരു നല്ല സുഷുപ്തി എന്ന് പറയുന്ന ഉറക്കം വേണം. അതാണ് നമ്മളിങ്ങനെ കണ്ണടച്ച് കിടന്നാൽ കണ്ണ് തുറന്നു നോക്കിയാൽ റാപ്പിഡായിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വെട്ടിക്കളിക്കും. ആ സമയത്താണ് ഡീപ്പ് സ്ലീപ്പ്.
നമ്മൾ സ്വപ്നം കാണുന്നതും അഗാധമായിട്ടുള്ള നിദ്ര, അതൊക്കെ ഉണ്ടാകുന്നത് ഈ ഡീപ്പ് സ്ലീപ്പിലാണ്. മധ്യാസക്തിന് അത് ഉണ്ടാവില്ല. ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. അതുകൊണ്ട് റിഫ്രഷ്, അതായത് സുഷുപ്തി എന്നൊക്കെ പറയുന്ന ആ ഒരു സുഖം കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. മധ്യാസക്ത രോഗത്തിലെ ഏറ്റവും കാതലായൊരു വലിയ രോഗമാണ് ഈ ഉറക്കമില്ലായ്മ. അത് ശരിക്കും ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറിന് കുഴപ്പമുണ്ടാവും, മാനസിക രോഗം ഉണ്ടാവുകയും ചെയ്യും. കുറേ ദിവസം, ഒരാഴ്ച നിങ്ങൾ ഉറക്കം നിന്ന് നോക്കുക, അപ്പം അറിയാം കോൺസെൻട്രേഷൻ പറ്റില്ല. ഒരു ജോലി ശരിക്കും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വിറച്ച് ആടിയൊക്കെ പോയി, അല്ലെങ്കിൽ പകലൊക്കെ ഉറക്കം തൂങ്ങി തലയിടിച്ച്, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മധ്യാസക്ത രോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അയാളെ ചികിത്സിക്കുന്ന സമയത്ത് അയാൾക്ക് ശരിയായ ഉറക്കം കിട്ടാനുള്ള ചികിത്സ ഡോക്ടർമാർ ചെയ്യും. അതിനുള്ള മരുന്നുകൾ ഒരു ടേപ്പറിങ് ഡോസ് എന്ന് പറഞ്ഞാൽ കൂട്ടി കൊടുത്ത് കുറച്ച് കൊണ്ടുവന്ന് അത് നിർത്തും. കാരണം പല മരുന്നുകളും അഡിക്ഷൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ആ മരുന്നുകളൊക്കെ കൊടുത്ത് അയാൾക്ക് നല്ല ഒരു സ്ലീപ്പ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് കൊടുക്കും. സ്ലീപ്പ് ഉണ്ടാകാനായിട്ടുള്ള മരുന്നൊക്കെ കൊടുക്കും. അത് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ നോർമൽ സ്ലീപ്പിലേക്ക് അയാൾ പോകണം. അതാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, പിന്നെ അതില്ലാത്ത സ്ലീപ്പ്. അങ്ങനെ അതെല്ലാം കൂടി ഉൾക്കൊണ്ട് ഒരു 6-7 മണിക്കൂർ അയാൾ ശരിക്കും ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അത് അയാളുടെ ബ്രെയിനിന് വളരെ നല്ല സംഗതിയാണ്. അതുപോലെ ഈ സെൻസേഷൻസ്, ഈ ഉറക്കം ഒക്കെ ശരിയായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ധാരണകൾ മെച്ചപ്പെടും. നമുക്ക് ഈ സൂക്കേടിനെ പറ്റിയുള്ള ധാരണ നല്ലതായിരിക്കണമെങ്കിൽ, ഇപ്പോൾ ആൽക്കഹോൾ കഴിച്ചിട്ട് ഉറക്കമില്ലാത്ത ഒരാൾ ഈ മീറ്റിങ്ങിൽ വന്നിരുന്നാൽ ഈ മീറ്റിങ്ങിൽ നിന്ന് അയാൾക്ക് കാര്യമായിട്ടൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. അറ്റൻഷൻ, അയാളുടെ ശ്രദ്ധ ഇങ്ങനെ ചെതറിപ്പോവും, അയാളുടെ മെമ്മറിയിലൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ, ധാരണകൾ, ജ്ഞാനം, അതിൽ കൂടി മെച്ചപ്പെടുത്താനുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെ ബന്ധങ്ങൾ, നമ്മളെ ചിന്തകൾ, ഉൾക്കാഴ്ച എന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെപ്പറ്റിയുള്ള അറിവ്, അതിനെ വിലയിരുത്തുന്നത്, അതൊക്കെയാണ് ഉൾക്കാഴ്ച. പിന്നെ നമ്മുടെ ഭാഷ, നമ്മളിങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഭാഷ വളരെ മോശമാണെന്ന് മറ്റുള്ളവർ ധരിക്കും. അതുപോലെ നമ്മളെ ഇമോഷൻസ് അത് ശരിക്കും സ്റ്റേബിൾ ഇമോഷനാണോ, അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണോ, അത് ഉപദ്രവകരമായിട്ടുള്ള ഇമോഷനാണോ? ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം, നല്ല എന്താ പറയുക, ഡീറ്റോക്സിഫൈഡ് ആയിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ സുബോധം, സോബ്രൈറ്റി കിട്ടുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ പുറമേക്കുള്ള പ്രവൃത്തികളൊക്കെ കൺട്രോൾ വരും ഈ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ. പിന്നെ നമ്മൾ ഈ ബോധത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ബോധമില്ലെങ്കിലും മനസ്സില്ല. അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ തോട്ട് പ്രോസസ്സ്, ചിന്തകൾ, അല്ലെങ്കിൽ ഇമോഷൻസ്, നമ്മൾ പ്രവൃത്തികൾ, ചലനം, നമ്മുടെ ജ്ഞാനം, ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോധത്തിൻ്റെ ഉള്ളിലാണ്. അത് ശരിക്കും തലച്ചോറിൽ പ്രത്യേക ഒരു സ്ഥലം അതിനു വേണ്ടി ഉണ്ട്. ശരിക്കും ബോധത്തിൻ്റെ വെളിച്ചം എന്നാണ് അതിന് പറയണേ. ഒരു വെളിച്ചം പോലെ തന്നെയാണ്. ബോധത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ വെളിച്ചമില്ലാത്ത ഫീലിംഗ് ആണ്. നമ്മൾ ഇരുട്ടത്തായ പോലെ തോന്നും. നമുക്ക് ഒന്നിലും ശ്രദ്ധ പറ്റില്ല, നമ്മൾ മയക്കത്തിലേക്ക് പോകും. അപ്പോൾ ഈ സുബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ സന്ദേശങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ, സ്വസ്ഥത, സമാധാനത്തോടു കൂടി അത് മനസ്സിലാക്കാനും കഴിയുക. അതാണ്
സോബ്രൈറ്റി. ഒരു ലഹരി സാധനത്തിൽ നിന്ന് വിട്ടുനിന്ന് നമ്മൾ മനസ്സ് ശാന്തമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയ്ക്കാണ് സോബ്രൈറ്റി എന്ന് പറയുന്നത്, സുബോധം. അപ്പം ഇത് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഒരു അച്ചുതണ്ട് പോലത്തെ ഒരു ഭാഗം, റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. കാരണം ഇവിടെയുള്ള ഇത് ന്യൂറോൺസ്, ഈ തലച്ചോറിലെ ഇലക്ട്രിസിറ്റി വഹിച്ചു കൊണ്ടുപോകുന്ന കോശങ്ങളിലെ നാരുകളുണ്ട്, അതിനെ ന്യൂറോൺസ് എന്ന് പറയും. ഈ ന്യൂറോൺസാണ് നമ്മുടെ ബോധത്തിനെ നിയന്ത്രിക്കുന്നത്. കോടിക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട്. അത് വല പോലെ നെറ്റ്വർക്കാണത്, നെറ്റ്വർക്ക്. ഇത് തലച്ചോറിലേക്ക് ഇത് ഉത്തേജനം കൊടുത്തോണ്ടിരിക്കും. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഷാർപ്പായിട്ട് തലച്ചോറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ നമ്മൾ വെടിക്കെട്ടൊക്കെ കാണുന്നില്ലേ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണുന്നില്ലേ, എങ്ങനെയാണ് താഴെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗിയുള്ള സംഗതികൾ ഇങ്ങനെ മുകളിലേക്ക് ചെതറി ഇങ്ങനെ പോവില്ലേ. അതുപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് തലച്ചോറിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് ബ്രെയിൻ കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ്, അങ്ങോട്ട് ഈ ആക്ടിവേഷൻ പോകുന്നത്. അങ്ങനെ പോയി ഇരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് അലർട്ട് എന്ന് പറയാം. അലർട്ടായിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത് അങ്ങനെ പോകുമ്പോഴാണ്. അങ്ങനെ പോയില്ലെങ്കിലോ ജാഗ്രതയില്ല, ബോധം ഇങ്ങനെ കുറഞ്ഞു വരും. ബോധം അങ്ങനെ പകുതി ബോധമാവും. പിന്നെ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് വേദന എടുത്താലേ അറിയുള്ളൂ, അല്ലെങ്കിൽ നുള്ളിക്കഴിഞ്ഞാൽ അറിയും. കുറെ കൂടി താഴേക്ക് പോയാൽ നുള്ളിയാലും അറിയില്ല, ഒന്നുമില്ല. ആ ബോധം ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബോധം നിയന്ത്രിക്കാൻ ഒരു സാധനമുണ്ട്. ആ ബോധത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ തലച്ചോറിൻ്റെ എല്ലാ സംഗതികളും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് അമിഗ്ദല എന്നൊക്കെ പറയുന്ന സ്ഥലം. അമിഗ്ദല എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് എന്താണ്, നമ്മളെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ പേരാണത്, അമിഗ്ദല. അതുപോലെ ഇരിക്കും, ഒരു ചെറിയ ഒരു വിത്ത് പോലെ അങ്ങനെ ഇരിക്കും. അതുപോലെ തലച്ചോറിൻ്റെ താഴെ ഭാഗം ബേസൽ ബ്രെയിൻ എന്ന് പറയും, താഴെ ഭാഗം. പിന്നെ നമ്മുടെ വിഷ്വൽ, നമ്മുടെ കാഴ്ച നിയന്ത്രിക്കുന്ന സ്ഥലം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നമ്മുടെ ഇമോഷൻസിനൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ സെൻസേഷൻ എല്ലാം തന്നെ ഇമോഷൻസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ സെൻസേഷൻ വരുന്നു, അതിൻ്റെ അടിഭാഗത്തു നിന്ന് ബോധത്തിനെ നിയന്ത്രിക്കുന്ന സംഗതി മുകളിലേക്ക് പോകുന്നു, പിന്നെ ധാരണ ഉണ്ടാകുന്നു, അത് അലർട്ടായിരിക്കുന്നു നമ്മൾ. അതുപോലെ സെലക്റ്റീവായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ ധാരണയുണ്ട്, പുറമേയുള്ള ലോകത്തെപ്പറ്റി ധാരണ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിലേഷൻസിനെ പറ്റി നമുക്ക് സ്ഥലകാല ബോധം, സമയബോധത്തിലൂടെ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതൊക്കെ ബോധത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ പോവും. മദ്യവും മറ്റു ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ തലച്ചോറിൻ്റെ ഈ മർമ്മപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പോവും. അങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്നിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ ഈ ബ്രെയിനിനെ നമ്മൾ ഈ പരിപാടി കൊണ്ട് നമ്മൾ പ്രോഗ്രസീവായിട്ട് അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അറിവ് വളരെ നല്ലതാണ്. നമ്മുടെ ഈ കോർട്ടെക്സ്, നിയോ കോർട്ടെക്സ് എന്ന് പറയും, നിയോ കോർട്ടെക്സ്, അത് ഏറ്റവും മോൾ ഭാഗത്ത് ആണ്, നമ്മൾ തലച്ചോറിൻ്റെ ഏറ്റവും മോൾ ഭാഗത്താണ് നമ്മൾ ജ്ഞാനം ശേഖരിക്കുന്നത്. അതുപോലെ അതിൻ്റെ താഴെ ഉള്ള കോർട്ടെക്സ് ഉണ്ട്, അവിടെ ഇമോഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലസ്റ്റ് എന്ന് പറഞ്ഞാൽ കാമം, കെയർ, നമ്മൾ പരിപാലിക്കാനുള്ള ശ്രദ്ധ. അതുപോലെ പാനിക്, നമ്മൾ പാനിക്കാകുക എന്ന് വെച്ചാൽ നമ്മൾ വെപ്രാളം കാണിക്കുക. അതുപോലെ തമാശ കാണിക്കുക, പ്ലേ. അതുപോലെ ഫിയർ, ഭയം,
രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം, റേജ്, ദേഷ്യം, ഒരു പക ഉണ്ടാക്കി ദേഷ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, ഇതൊക്കെ നമ്മൾ തലച്ചോറിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കുഴപ്പത്തിൽ വരും. ഇതൊക്കെ മദ്യാസക്ത രോഗത്തിലും മറ്റു ലഹരി രോഗത്തിലൊക്കെ ഇത് തകരാറിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ആൽക്കഹോൾ, അതുപോലെ കറുപ്പ്, ഓപ്പിയോയിഡ്, മരിജുവാന അല്ലെ കഞ്ചാവ്, LSD എന്ന് പറയുന്ന സാധനം, MDMA, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സംഗതികളൊക്കെ ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സെൽഫ് എന്ന് പറഞ്ഞ സാധനം, സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനാകുന്നത്, എൻ്റെ ധാരണ, എനിക്ക് ചുറ്റുപാടുമായിട്ടുള്ള കണക്ഷൻ, അതൊക്കെ പോവും. അത് എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ രോഗം വന്നാൽ എൻ്റെ കണക്ഷനൊക്കെ പോവും. എൻ്റെ ഭാഷ മോശമാവും, ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വരും. എൻ്റെ പഠനശേഷി നശിച്ചു പോവും, എൻ്റെ ശ്രദ്ധ നശിച്ചു പോവും, അറിവുകൾ സ്വീകരിക്കുന്നതിൽ എനിക്ക് പരാജയം സംഭവിക്കും. ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിലും പല പ്രാവശ്യം ഞാൻ പരാജയപ്പെടും. ഇതിനേക്കാൾ ഏറെ ഞാൻ ഒരു അടിമയായി മാറും. ഈ ലഹരി വസ്തു എൻ്റെ തലച്ചോറിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് കിട്ടാൻ വേണ്ടിയുള്ള സകല പണികളും ചെയ്യും. അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ പൈസയിലെയും ധർമ്മം തെണ്ടി നടക്കും, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കും. അത്രമാത്രം ക്രേവിങ്, ആർത്തി അതിനുണ്ടാക്കാൻ കഴിയും. ആസക്തി അല്ലെങ്കിൽ ആർത്തി ഉണ്ടാക്കാൻ പറ്റും. അത്രമാത്രം ഉള്ളിൽ നിന്ന് നിർബന്ധവും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കാൻ, നിയന്ത്രണം ഉണ്ടാക്കാനൊന്നും കഴിവില്ലാത്തൊരവസ്ഥയിൽ വരും. അറിവൊക്കെ എനിക്കുണ്ടെങ്കിലും അറിവില്ലാത്ത ഒരാളെ പോലെ ഞാൻ പെരുമാറും. ഇതൊരു ആയുഷ്കാലത്തേക്ക് ഈ രോഗം അങ്ങ് നീണ്ടുപോകും. ഇതാണ് നമ്മൾ മദ്യാസക്തി, ആൽക്കഹോളിസം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഈ ലിറ്ററേച്ചറുകൾ, നമ്മുടെ എയുടെ ലിറ്ററേച്ചറുകൾ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അവരെന്താ പറയണത്? ലോകത്തിലെ കൊലയാളി, രോഗങ്ങളിൽ മുൻനിരയിലുള്ള ഒന്നായി മദ്യാസക്തിയെ കണക്കാക്കുന്നു. മദ്യാസക്തി ഭേദമാക്കുന്ന വൈദ്യചികിത്സ ഒന്നും തന്നെ ഇന്ന് നിലവിലില്ല. ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ മദ്യാസക്ത രോഗിക്ക് കംപ്ലീറ്റ് അയാളിൽ നിന്ന് മദ്യാസക്തി എടുത്തു മാറ്റുന്ന ഒരു ഒറ്റമരുന്ന്, ഒരൊറ്റമൂലി ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അയാൾക്ക് ഒത്തിരി അയാളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മെച്ചപ്പെടുത്താനുള്ള ഔഷധങ്ങൾ, അയാൾക്കിപ്പോൾ ഉറക്കം ഉണ്ടാകാനായിട്ടുള്ള മരുന്നുകൾ, അയാൾക്ക് അപസ്മാരം വരുവാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള മരുന്ന്, അയാൾക്ക് നല്ല ഭക്ഷണം കിട്ടാനുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആധുനിക വൈദ്യശാസ്ത്രത്തിന്. ചിലപ്പോൾ അയാൾക്ക് വിരക്തി ഉണ്ടാകാൻ, മദ്യത്തോട് വിരക്തി ഉണ്ടാകാനുള്ള മരുന്നൊക്കെ കൊടുക്കാൻ പറ്റും. രോഗത്തിൻ്റെതായ കെടുതികൾക്കെതിരെ മാത്രമല്ല മദ്യാസക്തനെ രോഗാസക്തനായി കണക്കാക്കാൻ വിസമ്മതിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അജ്ഞതയ്ക്കെതിരെയും തോൽക്കുമെന്ന് ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞ നിഷേധം. മദ്യാസക്തൻ മാത്രമല്ല, മദ്യാസക്തൻ്റെ കുടുംബങ്ങളും നിഷേധമുണ്ട്. അയാൾ ഒരു മദ്യാസക്തനായി പുറമേക്ക് അറിയപ്പെടാൻ അവരിഷ്ടപ്പെടുന്നില്ല. അവരത് ഒളിച്ചു വയ്ക്കും. അതൊരു നിഷേധം തന്നെയാണ്. അത് ചികിത്സയ്ക്ക് തടസ്സം ഉണ്ടാക്കും. അതുപോലെ ചിലപ്പോൾ നിയമങ്ങൾ കുരുക്കിൽ പെട്ടുപോകും, അതുകൊണ്ട് ഒളിച്ചു വയ്ക്കും. അപ്പോൾ വൈദ്യശാസ്ത്ര പ്രൊഫഷനുകളുടെയും മതങ്ങളുടെയും വളരെ സംഘടിതമായ ഗവേഷണ സ്ഥാപനങ്ങളുടെയും എല്ലാം ഉറവിടങ്ങളെയും ഈ അസുഖം അന്താളിപ്പിച്ചിട്ടുണ്ട്. എത്ര കറക്റ്റാണെന്നറിയോ? നൂറ്റാണ്ടുകളായി മദ്യാസക്തിയെ ഒരു അസുഖമായി പരിഗണിക്കുന്നതിലുള്ള അവഗണന, ഒപ്പം ആ പേരിനോട് ചേർത്തുള്ള കളങ്കം കാരണം പല മദ്യാസക്തരും തങ്ങളുടെ അസുഖം തിരിച്ചറിയാൻ വിസമ്മതിക്കുന്നു. അവർ അനുഭവിക്കുന്ന ദുരിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നിഷേധരോഗം. കഠിനമായ മദ്യാസക്തി മൂലം ആശുപത്രിയിലായിരുന്ന അശോക് അന്തരിച്ചു. വാടക വീട്ടിൽ അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. നിര്യാതനായി.
അശോക് അശോക് കരുതിയിരുന്നത് തനിക്ക് മദ്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. തൻ്റെ ഇച്ഛാശക്തി മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ തനിക്ക് കഴിവുണ്ടെന്നും അങ്ങനെ ഇത് സാധ്യമല്ലെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. ഇച്ഛാശക്തി കൊണ്ട് ചെറുത്ത് നിൽക്കാൻ പറ്റുമെന്നാണ് ഈ സോഷ്യൽ ഡ്രിങ്കേഴ്സ് എല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിറ്ററേച്ചർ ഞാൻ ഒന്നും കൂടി ഉപയോഗിക്കുകയാണ്. മദ്യാസക്തി എന്ന് വിളിക്കപ്പെടുന്ന ഈ നിഗൂഢ അസുഖം എന്താണ്? അത് പുതുമക്കാർക്ക് വേണ്ടിയാണ്. മദ്യപാനം ഒരു അസുഖമാണ്, പടിപടിയായി വളരുന്ന ഒരു അസുഖമാണ്, എന്നാൽ മുമ്പോട്ട് പോകുന്ന രോഗം. അത് ഇംഗ്ലീഷിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്നതാണത്. അത് ഭേദമാക്കാൻ കഴിയില്ല, എങ്കിലും മറ്റു ചില അസുഖങ്ങളെ പോലെ തടഞ്ഞു നിർത്താൻ കഴിയും. അതാണ് ഈ കാര്യത്തിൽ പ്രമേഹ രോഗം പോലെയാണ്. പ്രമേഹ രോഗം ഒരു ആയുഷ്കാല രോഗമാണ്. അത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ജീവിതശൈലി മോശമായിട്ട് നമ്മൾ അമിതമായിട്ട് ഈ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പൊണ്ണത്തടി ഉണ്ടാകുക, വ്യായാമം ഇല്ലാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകും. പൊണ്ണത്തടിയൊക്കെ വന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കില്ല ശരിക്ക്. അങ്ങനത്തെ അവസ്ഥ വന്ന് പ്രമേഹം ഉണ്ടാകും. അതേനോട് നല്ല സാമ്യമുണ്ട് ഈ മദ്യാസക്ത രോഗത്തിന്. കാരണം അതേപോലെ തന്നെ ഒരു ആയുഷ്കാലം നീണ്ടു നിൽക്കുന്നു. നമ്മുടെ ജീവിതശൈലിയായിട്ട് അടുത്ത ബന്ധം, വളരെ അടുത്ത ബന്ധം. ജീവിതശൈലിയാണത് എങ്ങോട്ട് തിരിയുന്നു തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോഴേ അയാൾക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മൂലം അയാൾ അച്ഛനമ്മ സഹോദരങ്ങൾ, അയാളുടെ മുത്തശ്ശന്മാർ, അമ്മയുടെ ബന്ധത്തിലുള്ള മാതാമഹന്മാർ, അവരൊക്കെയായിട്ട് ബന്ധമുണ്ട്. അവരുടെയൊക്കെ ജനിതകം ഏത് രീതിയിൽ പ്രവർത്തിച്ചോ അതിൻ്റെ കുറേയൊക്കെ ഇയാൾക്ക് കിട്ടും. അത് ചിലപ്പോൾ 40% അല്ലെങ്കിൽ 25% ആ ജനിതകം ഉണ്ടെങ്കിൽ ആ ജനിതകം കൊണ്ട് മാത്രം കുഴപ്പമുണ്ടാവില്ല. ആ ജനിതകമുള്ള ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രോഗം വളർന്നു വലുതാവും. നേരെ മറിച്ച് ജനിതകം അവിടെ ഉണ്ടെങ്കിലും ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ജീവിതശൈലി അയാൾക്കുണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. ഇപ്പോൾ അയാൾ മദ്യം കഴിച്ചാൽ മാത്രമേ മദ്യാസക്ത രോഗം അയാൾക്കുണ്ടാവുള്ളൂ. അപ്പോൾ മദ്യവും അയാളുടെ ജനിതകവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് അതിനോടുള്ള ആർത്തി ആസക്തി ഇതൊക്കെ കൂട്ടും. അങ്ങനെയാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് വന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ചിന്ത, അതുപോലെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, ഇതിനൊക്കെ ഇത് മദ്യാസക്ത രോഗവും മറ്റ് ലഹരി രോഗങ്ങളും ബാധിക്കും. ആ സമയത്ത് പലതരം തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതരം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറ് ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ആ ഇലക്ട്രിസിറ്റി തുടർച്ചയായിട്ടുള്ള വയറിംഗ് അല്ല, ഇടയ്ക്ക് ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിൽ കെമിക്കലാണ്. ഒരു ഞരമ്പിൽ നിന്ന് മറ്റു ഞരമ്പിലേക്ക് ഇലക്ട്രിസിറ്റി ജമ്പ് ചെയ്ത് പോവാണ്. ഇലക്ട്രിസിറ്റി അങ്ങോട്ട് ചാടിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് സിനാപ്സ് എന്നൊക്കെ പറയും, ഇംഗ്ലീഷ് ഗ്യാപ്പ് എന്ന് പറയും. ഈ ഗ്യാപ്പിൽ കൂടി ഒരു കെമിക്കലാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്. അതെന്തിനാണെന്നറിയോ? നമ്മൾ തലച്ചോറിൽ പല പല വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല പല ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ കെമിക്കലാണ് അത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഉത്തേജനം വേണമെങ്കിൽ ഒരു പ്രത്യേക ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇപ്പോൾ ആംഫിട്ടമിൻ എന്ന് പറഞ്ഞൊരു ലഹരി വസ്തുണ്ട്, അത് ഉത്തേജനം ഉണ്ടാക്കുന്നത്. മെത്താംബിട്ടമിൻ അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ്. അത് ഭയങ്കര ഉത്തേജനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലഹരിയാണ്. രാത്രി മുഴുവൻ ഡാൻസ് ചെയ്യുക, അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, ബഹളം വയ്ക്കുക, ഉറങ്ങാതിരിക്കുക, അങ്ങനെ ഉത്തേജനം. അപ്പോൾ ആ ഗ്യാപ്പിലാണ് അത് പ്രവർത്തിക്കുന്നത്. മെത്താംബിട്ടമിൻ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത്
അവസാനം അത് അഡിക്ഷനായി മാറും. അഡിക്ഷൻ എന്താണ്? കൂടുതൽ കൂടുതൽ അളവിൽ വേണ്ടി വരും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിനെ സ്വീകരിക്കുന്ന ആ റിസപ്റ്റർ എന്ന് പറയും, ആ സ്വീകരിക്കുന്ന സംഗതിക്ക് കൂടുതൽ സ്വീകരിക്കാൻ പറ്റില്ല. കൂടുതൽ സ്വീകരിക്കാൻ പറ്റൂല്ലെങ്കിൽ ഇയാൾക്ക് കൂടുതൽ ആക്ഷനാണ് അയാൾക്ക് ആവശ്യം. കൂടുതൽ ഉത്തേജനം അയാൾ ആവശ്യപ്പെടുന്നു. അതിനയാൾ കൂടുതൽ ഉപയോഗിക്കാൻ നോക്കും. എത്ര കൂടുതൽ ഉപയോഗിച്ചാലും അത് ബലിക്കാതെ വരും. അയാൾ അസ്വസ്ഥനാവും, അയാൾ മാനസിക രോഗിയാവും. അപ്പോൾ അവിടെ പരാജയപ്പെടും. ആ ലഹരി വസ്തു ഉപയോഗിച്ചാലും അത് അയാൾക്ക് ഉത്തേജനം കിട്ടില്ല, അയാൾക്ക് പ്ലഷർ, ആനന്ദം അനുഭവിക്കാൻ പറ്റില്ല, അയാൾക്ക് ഭയങ്കര വിരോധം തോന്നും, ഭയങ്കര ബോർഡം, വിരസത തോന്നും, ഒരു ബോറനായി മാറും. അയാൾക്ക് ആവർത്തനം ഇതിൽ മാത്രം ചിന്ത ഉണ്ടാവും. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. കാരണം സംഗതി അവിടെ പ്രവർത്തിക്കുന്നില്ല. എത്ര കൂടുതൽ ഉപയോഗിച്ചാലും അത് പ്രവർത്തനം കുറഞ്ഞു വരും. അപ്പം എന്ത് ചെയ്യും? അയാൾ ബോറടിക്കും. ബോറടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ നോക്കും. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും സന്തോഷമില്ലാത്ത ശൂന്യമായ ഒരു ജീവിതം, ഒരു സന്തോഷം അയാൾ ഏശുന്നില്ല. വെറും കോട്ടുവായിടലും, അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ചലനങ്ങളും ഒന്നും അയാളുടെ മനസ്സിലേക്ക് കയറുന്നില്ല. എന്തെങ്കിലും മിഥ്യാധാരണകളൊക്കെ വരും. ചിലപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ പാടില്ലാതെ അയാൾക്ക് ഭ്രാന്തായിട്ട് മാറും. അല്ലെങ്കിൽ ചില അശരീരികൾ കേൾക്കും, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാർ മുമ്പിൽ വന്ന് നിൽക്കും. ഇങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ വരും തലച്ചോറിൽ. അത് ഭ്രാന്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ അത് തന്നെയാണ് സംഭവിക്കുക. ഡെലിറിയം, വിഭ്രാന്തിയൊക്കെ വരുമ്പോഴതൊക്കെ തന്നെ. ചിലപ്പോൾ ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് അടിച്ച് അപസ്മാരം വന്ന് മരിച്ചു പോവാം അയാൾക്ക്. ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തൂങ്ങി മരിക്കണം തോന്നും, സൂയിസൈഡ് ചെയ്യണം തോന്നും, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലണം തോന്നും. അജിറ്റേറ്റഡ് ഡിപ്രഷൻ. എല്ലാ സംഗതികളും മന്ദീഭവിച്ചു പോകും. ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങളൊക്കെ മന്ദീഭവിച്ച് സ്വഭാവം തലതിരിഞ്ഞു പോകും. അപ്പോൾ അതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അതാണ്. അപ്പോൾ ഈ മദ്യത്തോടുള്ള ശാരീരിക അലർജി ഒരു സംയോജനമാണ് ഈ അസുഖം സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ശാരീരിക അലർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചൊരു വാക്കാണ്. ഇത് അത്ര ശരിയല്ല. ഈ അലർജി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ അലർജി വന്നിട്ട് റിയാക്ഷൻ പോലെ വന്ന് മരിക്കലല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനം നടത്താം. നമ്മൾ അയാൾക്ക് അലർജിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൊതുവായ അർത്ഥം അയാൾക്കത് തൊടാൻ പറ്റിയ സാധനമല്ല. തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടാവും, വിഷമം ഉണ്ടാവും എന്നർത്ഥമുള്ളത്. മദ്യം അയാൾക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, ഇതാണ് അതിൻ്റെ അർത്ഥം. മദ്യാസക്തർ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ് അർത്ഥം. നിയന്ത്രിച്ചുള്ള മദ്യപാനം ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, അസാധ്യമാണത്. അതായത് അയാൾ തൻ്റെ ആദ്യത്തെ കുടിയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ്. ഇപ്പം തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഇങ്ങനെ നിരന്തരം ഒരു കുഴപ്പമുണ്ടാക്കി അയാളെ ആത്മഹത്യയിലേക്കും കടുത്ത മാനസിക രോഗത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അയാൾ പിന്നെ ഇതിന് പുറകെ നടന്നു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ ഡിറ്റീറിയേഷൻ, കൂടുതൽ തകരാറ് സംഭവിച്ച് അയാൾക്ക് കൂടുതൽ ആപത്തുകൾ വന്ന് മരിക്കും. നേരത്തെ ഉള്ളൊരു മരണം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയിൽ ഈ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ആ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, അയാളുടെ മറ്റ് ചലനങ്ങൾ, വികാരങ്ങൾ, ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ മുകളിലൊന്നും അയാൾക്ക് കൺട്രോൾ ഉണ്ടാവില്ല. അതിനയാൾ പൂർണ്ണമായിട്ടും ഈ സർക്യൂട്ട്, ഈ തലച്ചോറിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ശരിയാകാൻ വേണ്ടി ഒരു സഹകരണം അയാൾ സ്വന്തം ശരീരത്തോട് നടത്തണം. അതാണ് 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് അനുഭവം കൊണ്ട് പറഞ്ഞ് അവർ രക്ഷപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നത് അതാണ്.
അവരനുഭവിച്ച കാര്യമാണത്. എന്താണ്, അവർ കുറേ നാളുകൾ ഒരു 90 ദിവസമൊക്കെ തുടക്കത്തിലെ തന്നെ വിട്ടു നിന്നപ്പോൾ അവർക്ക് അവരുടെ സോബ്രൈറ്റി എന്ന് വെച്ചാൽ സമാധാനം കിട്ടിയൊരു മനസ്സ്, സ്വസ്ഥതയുള്ളൊരു മനസ്സ്, കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു മനസ്സ്, ആൾക്കാരോട് പൊരുത്തപ്പെടാൻ പറ്റുന്നൊരു മനസ്സ്, ശരിക്കും ഉറങ്ങാനും വിശ്രമിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയൊരു മനസ്സ്, ഒരു തലച്ചോറ്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശരീരം അയാൾക്ക് കിട്ടി. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കം. അതാണ്. ഇത് ചെയ്യാത്ത ഒരു മദ്യാസക്തന് രക്ഷപ്പെടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. വളരെ. പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, അവൻ വല്ലപ്പോഴും പിന്നെ ഒന്ന് കഴിക്കുന്നു, 2 മാസം കൂടി ഇപ്പോൾ ഒന്ന് കഴിച്ചു, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോൾ അവനൊന്ന് കഴിച്ചു. ഇതൊക്കെ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അയാൾ ചിലപ്പോൾ ദിവസങ്ങളോളം തുടർച്ചയായിട്ട് കുടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മാസത്തിൽ 2-3 ദിവസം മാത്രമായിരിക്കും കുടിച്ചത്. ആ സമയത്തെല്ലാം അയാൾക്ക് എന്തെല്ലാം ശാരീരിക മാനസിക കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റിയൊന്നും അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. മറ്റൊരാൾക്ക് അയാളെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അയാളെ ഏത് പോലീസ് സ്റ്റേഷനിൽ കിടന്നത്, എന്ത് ആക്സിഡൻ്റ് ഉണ്ടായി, ആരുടെയൊക്കെ അടുത്ത് നിന്ന് അടി മേടിച്ചിട്ടുണ്ട്, മദ്യം കിട്ടാൻ വേണ്ടി അയാൾ എന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ട്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാർ കാണുന്ന എന്താണ്, ഓ അവൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അവൻ സുഖമായിട്ടാണ് ജീവിക്കണമെന്ന് എങ്ങനെ അറിയാം? മറ്റൊരു മദ്യാസക്തൻ എപ്പോഴും മറ്റൊരു മദ്യാസക്തൻ്റെ ചിന്ത പോകുന്ന അങ്ങനെയാണ്. അവൻ കുടിച്ച് രസിച്ച് കഴിയുന്നു, ഞാൻ കുടിക്കാതെ വിഷമിച്ച് ഇരിക്കുന്നു. ഇങ്ങനത്തെയുള്ള ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ചിന്തയാണ് അയാളെ ഭരിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ കൂടെ ഒരാഴ്ച താമസിക്കണം. അപ്പോൾ അയാളുടെ ഭാര്യ അയാളുമായിട്ടുള്ള വഴക്ക് കൂടുതലുകൾ, അവിടെ ഉള്ള പെരുമാറ്റങ്ങൾ, അയാളുടെ കുട്ടികളുടെ വിഷമങ്ങൾ, അവിടെ ഉള്ള സാമ്പത്തിക വിഷമങ്ങൾ, അവിടെ ഭക്ഷണമില്ലായ്മകൾ, അവിടെ അടിച്ചു പൊട്ടിച്ച് കളയുന്ന സാധനങ്ങൾ, ഇതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാക്ഷ്യപ്പെടാൻ പറ്റില്ല. അത് അയാളുടെ രഹസ്യമാണ്. ഒരു മദ്യാസക്തനും മറ്റൊരാളുകളോട് ഇങ്ങനെ എനിക്ക് കുഴപ്പമുണ്ടായെന്നും പറഞ്ഞ് നടക്കുന്നില്ല. എക്സെപ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസിൽ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ, ആ അറിവാണ് മരുന്ന്. ഈ അറിവ് മരുന്നാണ്. അത് ജീവിതത്തിനുള്ള എന്താണ്, സത്യം മനസ്സിലാക്കുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യമാണത്. ഞാൻ പറഞ്ഞാൽ ഒരു അടിമയായി പോവുകയാണ്, സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളാണ്. അതിൽ നിന്ന് അയാൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സത്യം മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ഈ സത്യം അറിയാനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ്. ഇപ്പോൾ ചില ആൾക്കാർ മദ്യപാനികളെല്ലാം മദ്യാസക്തരല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അത് ശരിയാണ്. ചില ആൾക്കാർ ഇപ്പോൾ ഒരു അല്പം മദ്യം കഴിച്ചെന്ന് വിചാരിച്ചോളൂ, ആ മദ്യം അത് വിയർപ്പിൽ കൂടി, മലത്തിൽ കൂടി, മൂത്രത്തിൽ കൂടി അങ്ങ് പോയി, പെട്ടെന്ന് ശരീരം അത് കൈകാര്യം ചെയ്ത് അങ്ങ് പോയി, അതങ്ങ് പോയി. അതവിടെ ഒരു രോഗത്തിൻ്റെ ഇതിലേക്ക് വരുന്നില്ല. നേരെ മറിച്ച് അയാൾക്ക് ആ 1-2 പ്രാവശ്യത്തെ മദ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും അത് വേണമെന്നൊരു തോന്നൽ, അത് അതിൽ കൂടി അയാൾ സഞ്ചരിക്കുക, വല്ലപ്പോഴും മിക്കപ്പോഴും, പിന്നെ അത് കൂടെയായി, പിന്നെ സ്ഥിരമായി, പിന്നെ അത് വെള്ളം കുടിക്കുന്ന പോലെ കുടുകുടു ഒന്ന് കുടിക്കാൻ പറ്റുന്ന, പിന്നെ അത് സ്ഥിരമായി കഴിഞ്ഞാൽ അയാൾക്ക് മദ്യത്തിനൊരു മുൻഗണന കൊടുക്കുന്നു, അളവ് കൂട്ടുന്നു, അന്നേരം രോഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ചിലപ്പോഴൊക്കെ അയാളുടെ ഓർമ്മകളൊക്കെ കംപ്ലീറ്റ് നശിച്ചു പോയി അയാൾ ബോധാവസ്ഥയിലേക്ക് പോകുന്നു. ചിലപ്പോഴൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടാവില്ല. പലതരം രോഗലക്ഷണങ്ങളും മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അയാൾക്ക് വരും. അപ്പം ഇവിടെ ഇത്രയൊക്കെ വന്നിട്ട് അയാൾ എന്തുകൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞു, അയാൾ
അയാൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ലജ്ജിക്കുന്നു. ഞാൻ ഒരു മദ്യാസക്തനാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ അയാൾ ലജ്ജിക്കുന്നു, അയാൾ ഭയപ്പെടുന്നു. ആളുകളുടെ മുമ്പിൽ താൻ ഒരിക്കലും മോശക്കാരനാവില്ല. അയാളുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ സമയം വൈകി പോവാണ്. ചിന്തിക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആലോചനയുണ്ട്. ആ ആലോചന ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. എനിക്ക് എന്തോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആലോചനയായിട്ട് അയാൾ 8 വർഷം, 10 വർഷം, 15 വർഷം നടക്കും, പക്ഷെ പ്രവൃത്തിയില്ല. അയാൾക്ക് നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ, ശാരീരികമായിട്ടുള്ള ഒത്തിരി രോഗങ്ങൾ വരുമ്പോൾ, മാനസിക കുഴപ്പങ്ങൾ വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ ഒക്കെ അയാൾക്ക് ഒരു ചിന്ത വരും, എന്തെങ്കിലും ചെയ്ത് പ്രവർത്തിക്കണം. പക്ഷെ ഒരു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി നിലനിർത്താൻ പറ്റില്ല. വീണ്ടും അയാൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. പക്ഷെ അയാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസ് കരുതുന്ന 90 ദിവസത്തെ ആ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് സ്വയം മനസ്സിലാക്കി ശാന്തതയും സമാധാനവും കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ചികിത്സയിൽ കൂടി മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ അയാൾ വിട്ടുനിൽക്കൽ തുടർന്നുകൊണ്ട് പോകുന്നു. അയാളുടെ ബ്രെയിൻ ശാന്തത കൈവരിക്കുന്നു. അയാൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ, ആളുകളായിട്ട് ബന്ധപ്പെടാനൊക്കെ ഒരു സാവകാശം കിട്ടുന്നു, മെച്ചപ്പെടുന്നു. ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു മാനസാന്തരം അയാൾക്ക് ലഭിക്കുന്നു. അതുകൂടാതെ അയാളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ചില മഹത്തായ വിവരങ്ങൾ, അതിൽ ഒരു പ്രാർത്ഥന, മുഖവുര, 12 പടികൾ, 12 പാരമ്പര്യങ്ങൾ, പിന്നെ അതിൻ്റെ ലിറ്ററേച്ചറുകൾ, ഇതൊക്കെ സഹായിക്കും അയാളെ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും കൂടാതെ ഇതെല്ലാം അയാളെ സഹായിക്കും. പക്ഷെ ഇതൊക്കെ വെറും ഒരു ഒരു കുട്ടിക്കളിയായിട്ട് ചില ആൾക്ക് തോന്നും. ഇതൊക്കെ പരിഹാസ്യമായിട്ട് ചില ആൾക്കാർ ഇതൊക്കെ കണക്കാക്കുന്ന ആൾക്കാരെ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ വരെ എനിക്കറിയാം. ഈ ബ്രെയിൻ എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാസമ്പന്നർ, അതുപോലെ തന്നെ വലിയ പൊസിഷനിലുള്ള ആൾക്കാർ, ജഡ്ജിമാർ, വലിയ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ പലപ്പോഴും തെറ്റായ ധാരണകളും വരെ ഉണ്ടാക്കുന്നു. തെറ്റായ സംഗതികൾ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ മദ്യവും മറ്റു ലഹരി സാധനങ്ങളും കേരളത്തിലേക്ക് എത്രമാത്രം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എത്രമാത്രം ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നൈജീരിയ, പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ വഴിക്ക് വരുന്ന സംഗതികൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഈ ലഹരി വസ്തുക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്ന? കേരളത്തിലെ ചെറുപ്പക്കാരുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോയി അവരെ ഭ്രാന്തന്മാരാക്കും. അവരുടെ പണം, അവരുടെ ജീവിതം ഒക്കെ സ്വാധീനിച്ച് അത് ജീവിതം നരകതുല്യമാക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വാസ്തവത്തിൽ ജനാധിപത്യ സർക്കാരുകളും ഏകാധിപത്യ സർക്കാരുകളും എല്ലാവരും ഈ ഉത്തരവാദിത്വം മദ്യാസക്തനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കും അയാളുടെ കുടുംബത്തിനും വിട്ടുകൊണ്ട് കൈ കഴുകി അവർ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മദ്യാസക്ത രോഗത്തിൻ്റെ ചികിത്സയിൽ ഈ അനുഭവങ്ങളും ശക്തിയും പങ്കുവയ്ക്കുന്നത്, ഇത് നിലനിൽക്കുന്നതും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ഒരു ആത്മീയമായ ഒരു ജ്ഞാനം, ഒരു ആത്മീയ ജ്ഞാനത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ നിലനിൽപ്പ്. ഈ ആൽക്കഹോളിക്സ് അനോണിമസും മറ്റെല്ലാ അനോണിമസ് ഗ്രൂപ്പുകളെയും നിലനിൽപ്പ് ഒരു ആത്മീയ ജ്ഞാനത്തിൻ്റെ മുകളിലാണ്.
അത് ഈ പ്രോഗ്രാം അവസാനിക്കാറാകുമ്പോഴത്തേക്കും അത് നമ്മൾ പറയുന്നുണ്ട്. ഈ ആത്മീയ ജ്ഞാനം എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് 12 പടികളിലും അതിൻ്റെ അതിൽ കൂടി ഉള്ള മാറ്റിമറിക്കലിൻ്റെ കാര്യത്തിൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ തലച്ചോറ് കൂടുതൽ മെച്ചപ്പെടും തോറും നമുക്ക് ഈ 12 പടികൾ വ്യാഖ്യാനിക്കാനും സ്വയം വ്യാഖ്യാനിക്കാനും അതിൽ ജ്ഞാനം കണ്ടെത്താനും രക്ഷാമാർഗം കണ്ടെത്താനും ഒക്കെ കഴിയും. അപ്പോൾ അതൊരു മഹത്തായ സംഗതിയായിട്ട് തോന്നുന്നു. ഞാൻ എത്രയോ ആൾക്കാരെ, ഡോക്ടർമാരെ, മറ്റ് വലിയ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ലിറ്ററേച്ചറുകളൊക്കെ പല ആൾക്കും കൊടുത്തിട്ട് അവരതൊന്നും മറിച്ചു നോക്കാൻ പോലും കൂട്ടാക്കാത്ത ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ലോകത്തിലെ നമ്പർ 1 കില്ലറാണ്, ജയന്റ് കില്ലർ. അങ്ങനെയുള്ള ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുന്നാൽ കണ്ടു നിൽക്കാൻ എന്ത് രസം, അങ്ങനെ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അപ്പോൾ മദ്യാസക്ത രോഗത്തിൻ്റെ ഉള്ളിൽ ഇത് ഇന്ന് ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് സ്വയം രക്ഷപ്പെടൽ മാത്രമല്ല, ഇതിൻ്റെ നിലനിൽപ്പ്, ഈ രക്ഷപ്പെടലിന് സഹായിക്കുന്നത് ലോകത്തിലെ ഗവൺമെൻറ്റുകളോ മറ്റ് സംഘടനകളോ ഒന്നുമല്ല. മദ്യത്തിൽ നിന്നും മറ്റു ലഹരിയിൽ നിന്നും വിട്ടുനിന്ന് ഈ നരകതുല്യമായ അസുഖത്തെപ്പറ്റി, അതിനെപ്പറ്റി മനസ്സിലാക്കി ഒരു എമ്പതി, ഒരു അനുകമ്പ, ഒരു സഹജബോധം അത് ഉള്ളിൽ കയറിയ ആളുകൾക്ക് മാത്രമേ മറ്റൊരാളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ നമ്മുടെ നാരായണ ഗുരു പറഞ്ഞ ഒരു കാര്യം, അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവരന് സുഖത്തിനായി ഭവിക്കണം. അത് വലിയൊരു സന്ദേശമാണ്. നമ്മൾ സ്വന്തം സുഖത്തിനായിട്ട് എന്താണ് പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി മറ്റുള്ളവനും ഒരു സുഖം കൊണ്ടുവരണം. അപ്പോഴാണ് ശരിയായിട്ടുള്ള ആത്മീയ ജ്ഞാനം പ്രവർത്തിക്കുന്നത്. അത് ആ സമയത്ത്. അപ്പം മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഈ സുഹൃത്തുക്കൾ മറ്റൊരു മദ്യാസക്തന് രക്ഷപ്പെടാൻ ഉള്ള സന്ദേശം, ഒരു ജ്ഞാനം കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിൽ കൂടിയാണ് ഇത് നിലനിൽക്കുന്നത്, ഈ പ്രോഗ്രാം നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് തടസ്സമാകുന്ന ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേരെടുക്കുന്നത്, നമ്മൾ പേര് പുറത്തു വരുന്നത്, അത് കൂടി ആളുകൾ നമ്മൾ അങ്ങനെ പരിഹസിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ പേരറിയാത്ത ആളുകളായിട്ട്, അതായത് അനോണിമസ് ആയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ കഴിയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പേരിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ ഗവനിക്കുന്നേ ഇല്ല. നമ്മൾ രക്ഷപ്പെട്ടു, അതോർത്തുള്ള സന്തോഷം, അതോർത്തുള്ള സന്തോഷവും നമ്മൾ നടക്കാനിരുന്ന വിധിയെ നമ്മൾ തടുത്തു. നേരത്തെയുള്ള മരണം, ജീവിതമില്ലായ്മ, കഷ്ടപ്പാടുകൾ, ദുരന്തങ്ങൾ, അതൊക്കെ നമ്മൾ തടഞ്ഞു നിർത്താൻ പറ്റി. അത് അത്രത്തോളം വലിയൊരു സംഭവം ഈ ലോകത്തുണ്ടോ വേറെ? അതാണ് ജീവിതം. നമ്മളെ ഈ പ്രോഗ്രാം ഇന്നൊത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഇതിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മദ്യത്തിൻ്റെ മാത്രമല്ലാത്ത പ്രശ്നങ്ങൾ ഒത്തിരി ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവിധ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒന്നിലധികം ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് മദ്യവും നിക്കോട്ടിനും, പുകയിലയും ഉപയോഗിക്കാത്തവരാരുമില്ല. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, കഴുത്തിലും തലയിലും ഒക്കെ ഉള്ള ക്യാൻസർ, ഒന്നാം സ്ഥാനം ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്, മദ്യവും പുകയിലയും തമ്മിലുള്ള കോമ്പിനേഷൻ.
അതിൽ ചില പടങ്ങളും ചില സംഗതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ക്യാൻസറിൻ്റെ ഒക്കെ പടങ്ങൾ. അതൊക്കെ കണ്ട ആൾക്കാർ വിചാരിക്കണം ഇതൊക്കെ വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ഉള്ള സംഗതിയാണ്. അല്ല, അതൊക്കെ യാഥാർത്ഥ്യം. എത്രയോ ആളുകൾ, ഞാൻ ചികിത്സിച്ചിട്ടുള്ള ആളുകൾ, എത്രയോ പേര് മദ്യവും മറ്റു ലഹരിയും നിർത്താതെ ചെറിയ ക്യാൻസറിൻ്റെ ലക്ഷണം വന്ന് അത് വ്യാപിച്ച് 6 മാസത്തിനുള്ളിൽ മരിച്ച എത്രയോ ആൾക്കാർ എനിക്കറിയാം. അത് നെഞ്ചിൽ പടർന്നു പിടിക്കുന്നു, തലച്ചോറിൽ പടർന്നു പിടിക്കുന്നു, അപസ്മാരം വരുന്നു. എന്നെ ചികിത്സിക്കാൻ ഒരു രക്ഷയില്ലാതെ മരിച്ച എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഒരു യാഥാർത്ഥ്യമാണ്, മദ്യവും മറ്റു ലഹരി വസ്തുക്കളുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ എല്ലാ ലഹരി വസ്തുക്കളും നിർത്തുക, എല്ലാം നിർത്തുക, എല്ലാ സാധനവും നിർത്തുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ശരിയായ ഒരു ആത്മീയമായിട്ടുള്ള ഒരു മൂല്യത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുന്ന ആൾക്കാരായിട്ട് മാറും. എന്തായാലും ശരി, നമ്മൾ പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ തന്നെ, നമ്മുടെ ചിന്താരീതിയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ, എളിമ, നന്ദി, ഒരു കൃതജ്ഞത, ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരും. എത്രയോ സുഹൃത്തുക്കൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ഷെയർ ചെയ്യുമ്പോൾ, അവരുടെ ഭാഷ കേൾക്കുമ്പോൾ, അവരെ ഈ എളിമയും വിനയവും ഒക്കെ അവരെ സ്വാധീനിച്ചെന്ന് അവരെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ചുരുങ്ങിയ പക്ഷം ഒരു മീറ്റിങ്ങിൽ അത് പ്രകടിപ്പിക്കാനും ആ രീതിയിൽ സംസാരിക്കാനും അവർക്ക് കഴിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്ന ഈ പ്രോഗ്രാം, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം, അത് വളരെ ലളിതമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള എന്താ പറയുക, നമുക്ക് അതിന് പുറകോട്ട് പോകാൻ പറ്റില്ല, ഒരടി പുറകോട്ട് പോകാൻ പറ്റില്ല. അത്ര കർശനമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം രക്ഷപ്പെടുന്നത് നമ്മളാണെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. അവരിലാണ് അവരുടെ ചിരി, അവരുടെ ശരീരത്തിൻ്റെ ഭാഷ, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ കൂടിയാണ് ഈവൻ ഒരു മദ്യപാനിക്ക് പോലും തനിക്ക് മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് അയാൾക്ക് അയാളിൽ കൂടി അറിയുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ കൂടെ ജീവിക്കുന്നവരിലൂടെ അയാൾക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള ആ ജോലിയുടെ ഉടമസ്ഥൻ അയാളുടെ ആ സ്നേഹം, പരിഗണന, കരുതൽ, അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ സഹിഷ്ണുത. കുറച്ച് ദിവസം നിങ്ങൾ അസുഖമായിട്ട് ചികിത്സിക്കാൻ പോയാലും അവരേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടേക്കണം. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറുന്നു. ഇതിൽ കൂടിയൊക്കെയാണ് നമ്മൾ ജീവിതത്തെ വിലയിരുത്തേണ്ടതും. ജീവിതം എനിക്ക് നല്ലതായിരുന്നു, എനിക്ക് നേരത്തെ മരിച്ചുകൊണ്ട് എനിക്ക് വളരെ നല്ല ഒരു അവസ്ഥ എനിക്കുണ്ടായി എന്നുള്ള ആ ഒരു നന്ദിപൂർവ്വമുള്ള ഒരു വിവേകത്തിൽ ഊന്നിയ ഒരു തിരിച്ചറിവ് അത് അയാൾക്ക് കിട്ടും. ചുരുക്കത്തിൽ അയാളൊരു നല്ല മനുഷ്യനായി മാറും. ഇത് വെറും പ്രകടനം ഒന്നുമല്ല, അത് സത്യത്തിൽ സത്യമായിട്ടുള്ള കാര്യം ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകളോടും, എന്നെ കേട്ട എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവർക്ക് വളരെ മേന്മയുള്ളൊരു ജീവിതം, ഈ മേന്മയുള്ള ജീവിതത്തിന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരെന്താണെന്നറിയോ? ഡാലി എന്ന് പറയും. ആ ഡാലി ബാധിക്കാതെ ജീവിതത്തെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്ന ആൾക്കാർ. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാലി എന്ന് വെച്ചാൽ
ഡിസെബിലിറ്റി. ഡിസെബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? കഴിവില്ലായ്മ. അപ്പം മധ്യാസക്ത രോഗത്തിന്റെ ഒരു മുഖമുദ്രയാണ് എന്താണ്? കഴിവില്ലായ്മ. അയാൾക്ക് ഒത്തിരി കഴിവുണ്ടായിരുന്നു, പക്ഷെ ആ കഴിവുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി, അയാളുടെ ബ്രെയിനിൽ കൂടി, അയാൾ മനസ്സിലാക്കിയ തെറ്റായ ധാരണകളിൽ കൂടി, തെറ്റായ ജീവിത രീതിയിൽ കൂടി അയാൾക്ക് നഷ്ടം വന്നു. അയാളുടെ കഴിവ് നഷ്ടപ്പെട്ടു. അതാണ് ഡിസബിലിറ്റി അഫക്റ്റഡ്. അതായത് കഴിവില്ലായ്മ ബാധിച്ച ലൈഫ് ഇയേഴ്സ്, ജീവിത വർഷങ്ങൾ. കഴിവില്ലായ്മ ബാധിച്ച ജീവിത വർഷങ്ങൾ. അപ്പോൾ ഈ നാല് വാക്ക് കൂടി ചേർന്ന ഒറ്റ വാക്കാക്കിയ ഒരു ഡിസബിലിറ്റി അഫക്റ്റഡ് ലൈഫ് ഇയേഴ്സ്. കഴിവില്ലായ്മ ബാധിച്ച ജീവിത വർഷങ്ങൾ. എത്ര നല്ലൊരു പേരാണത്, കഴിവില്ലായ്മ ബാധിച്ച ജീവിത വർഷങ്ങൾ. അതിൻ്റെ ഉള്ളിലായിരുന്നു അയാൾ. പക്ഷെ അയാൾ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾക്ക് കഴിവ് തിരിച്ചു കിട്ടി. കാരണം എല്ലാ ദിവസവും അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടില്ല, അയാൾക്ക് നിരന്തരമായിട്ട് ജോലിയിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വന്നില്ല, അയാൾ ജോലിയോട് സത്യസന്ധത, ആത്മാർത്ഥത കാണിച്ചു, അയാൾ ഒരു മിടുക്കനാണെന്ന് അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ജോലി കൊടുത്ത ആൾക്കും മനസ്സിലായി. അയാളങ്ങനെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ഒരു സന്തോഷത്തിൻ്റെ ഇത് അയാളുടെ വീട്ടിൽ, അയാളുടെ കുടുംബാംഗങ്ങളിൽ അവരൊരുമിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലും, അവരൊരുമിച്ച് ആ ഭക്ഷണം കഴിക്കുമ്പോൾ പകരുന്ന ആ സന്തോഷത്തിലും ആനന്ദത്തിലും ആ വീട്ടിലെ സമാധാനത്തിലും അത് നിഴലിക്കും. അതാണ് ഡിസബിലിറ്റി അഫക്റ്റഡ് ലൈഫ് ഇയേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നത്. കഴിവില്ലായ്മ ബാധിച്ച ജീവിത വർഷങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ കഴിവുള്ളതും നന്ദിയുള്ളതുമായിട്ടുള്ള ജീവിത വർഷങ്ങളാണ് അയാൾക്ക് കിട്ടുന്നത്. ഒരു മധ്യാസക്തൻ ആ രീതിയിൽ മാറുമ്പോഴാണ് അയാളൊരു മനുഷ്യനാകുന്നത്. കാരണം അതെല്ലാം അയാളുടെ ബ്രെയിനിൽ വന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ബ്രെയിനിനെ പറ്റി കൂടുതൽ പറഞ്ഞത്. അയാളുടെ ബ്രെയിൻ നന്നായി, അയാളുടെ സ്വഭാവം നന്നായി, അയാളുടെ ശരീരം നന്നായി. കാരണം ഈ ബ്രെയിൻ എന്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന? അയാളുടെ ബിഹേവിയർ, അയാളുടെ സ്വഭാവത്തെ, അയാളുടെ ശരീരത്തെ, അയാളുടെ ജീവിതത്തെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.